ഇത് അഡ്വക്കേറ്റ് അനന്തുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില സ്ക്രീൻഷോട്ടുകളാണ്. അതിജീവനത്തിന് വേണ്ടി ഹാജരായത് 2 വക്കീലന്മാർ, ദിലീപിന് വേണ്ടി മാത്രം ഹാജരായത് 20 വക്കീലന്മാർ. ആ 20 വക്കീലന്മാർക്കും കൂടി ഒരുമിച്ച് ഒരേ സമയത്ത് മാറി ക്രൂരമായ ഒരു സ്ത്രീയെന്നോ ഒരു മനുഷ്യനെന്നോ ഉള്ള പരിഗണന പോലും കൊടുക്കാതെ, അവരുടെ മാനത്തിന് 10 പൈസയുടെ പോലും വില കൽപ്പിക്കാതെ അവരെ വലിച്ചു കീറി പിച്ച് ചീന്തി അപമാനിച്ചപ്പോൾ ജഡ്ജി അതനുവദിച്ചു കൊടുക്കുകയും നോക്കി നിൽക്കുകയും ചെയ്തുവെന്ന് അതിജീവ തന്നെ മേൽക്കോടതികളിൽ പരാതിപ്പെടുകയും പിന്നീട് മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളോട് പറയുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ 7 വകുപ്പ് പ്രകാരമാണ് ദിലീപിന്റെ 20 വക്കീലന്മാർക്ക് ഒരുമിച്ച് ഒരേ സമയത്ത് ഒരു പെൺകുട്ടിയെ കടിച്ചു കീറാനുള്ള അവകാശം ജഡ്ജി എഴുതി കൊടുത്തത്. അതും ഇൻ ക്യാമറ പ്രൊസീഡിംഗ് നടക്കുന്ന ഒരു കോടതിയിൽ. ദിലീപിന്റെ അനിയൻ അനൂപുമായി ബന്ധപ്പെട്ട ചില ശബ്ദ സന്ദേശങ്ങളുടെ സാരാംശം ഇതായിരുന്നു. കേടിയ വള്ളി കാലിൽ ചുറ്റും. ജസ്റ്റിസ് ഭർത്താവിന്റെ ഒരു കേസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവരുമായി നല്ല ആത്മബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു. അവരെ ഇനി നമുക്ക് വരുതിയിൽ നിർത്താം. ഈ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയും അതിൽ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ഒരു കോടതിക്കും അന്വേഷിക്കണമെന്നോ അറിയണമെന്നോ തോന്നാത്തത്? ഏത് വള്ളി ആര് ചുറ്റി, എപ്പോ ചുറ്റി, എങ്ങനെ ചുറ്റി, ഇതൊന്നും ഈ നാട്ടിലെ ഒരു കോടതിക്കും അന്വേഷിക്കണ്ടേ? പോയിന്റ് 8. കേസിലെ ആദ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേശൻ കേസിൽ നിന്ന് സ്വയം പിന്മാറാനാസ്പദമായ സംഭവം. ഒരു പുതിയ വനിതാ സാക്ഷിയെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തിനെതിരെ ദിസ് ഈസ് പ്രോസിക്യൂഷൻ നോട്ട് പ്രോസിക്യൂഷൻ എന്ന ജഡ്ജി പരാമർശമായിരുന്നു. ഇത്ര മഹത്തായ ഒരു കസേരയിൽ കയറിയിരുന്ന അഡ്വക്കേറ്റ് അനന്തുവിന്റെ വളരെ ദീർഘമായ പോസ്റ്റിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ നടത്തുകയാണ്.